മണിപ്പൂർ അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സ്ഥലമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. മണിപ്പൂരിൽ നമുക്കറിയാം പല തരത്തിലുമുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ പല രീതിയിലുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഒരു സ്ഥലമാണ് മണിപ്പൂർ എന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെയും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിപ്പോൾ ഈ പറയുന്ന തോതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമായാലും മണിപ്പൂർ തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പുറത്തു വന്നിരിക്കുന്ന സർവേ റിസൾട്ടുകൾ, അതായത് ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും മണിപ്പൂർ നിലവിൽ ബി ജെ പി സർക്കാരാണ്. ഈ സർക്കാർ തുടരുമോ, അതല്ല അവിടെ ബി ജെ പി സർക്കാർ തോൽക്കുമോ, പുതിയൊരു സർക്കാർ വരുമോ, കോൺഗ്രസിൻ്റെ സർക്കാർ വരുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പുറത്തു വന്ന റിസൾട്ട് പ്രകാരം ബി ജെ പിക്ക് തന്നെയായിരിക്കും അവിടെ വീണ്ടും വിജയമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്ന സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ബി ജെ പി അവിടെ സുഖകരമായി വിജയിക്കുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കണക്കിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ കോൺഗ്രസിന് ലഭിക്കുന്ന സീറ്റുകൾ 14 സീറ്റുകളാണെന്നും കെ പി എക്ക് ലഭിക്കുന്നത് 7 സീറ്റുകളാണെന്നും, എന്നാൽ ബി ജെ പിക്ക് അവിടെ 30 സീറ്റുകൾ ലഭിക്കുമെന്നും, ബി ജെ പിക്ക് മാത്രം 30 സീറ്റുകൾ ലഭിക്കുമെന്നും, എൻ പി പിക്ക് അവിടെ 4 സീറ്റുകൾ ലഭിക്കുമെന്നും, അതോടൊപ്പം തന്നെ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് 5 സീറ്റുകൾ നേടുമെന്നുമാണ് സർവേ റിസൾട്ട് പറയുന്നതെന്ന് പറയുന്നത്. ടോട്ടൽ 60 സീറ്റുകളുള്ള മണിപ്പൂരിലാണ് 14 സീറ്റുകളുമായി കോൺഗ്രസ്, കെ പി എ 7 സീറ്റുകൾ, ബി ജെ പിക്ക് 30 സീറ്റുകൾ, എൻ പി പിക്ക് 4 സീറ്റുകൾ, ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് 5 എന്നുള്ള കണക്കാണ് ഇതിലിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സർവേ റിസൾട്ട് പ്രകാരം ബി ജെ പിക്ക് അവിടെ ഒരു തുടർ ഭരണം അല്ലെങ്കിൽ വീണ്ടും ഒരു വിജയം എന്നുള്ള തരത്തിൽ തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കോൺഗ്രസിന് സീറ്റുകൾ മെച്ചപ്പെടുത്താൻ സാധിക്കും, പക്ഷേ ഭരണത്തിലേക്ക് എത്താൻ സാധിക്കത്തില്ല എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മണിപ്പൂരിലെ പ്രശ്നങ്ങളൊക്കെ തന്നെയും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പല രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ അവിടെ നേരിടുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളായി മാറുന്നുണ്ട്. അവിടെ ഉള്ളവർ തമ്മിൽ തന്നെ എന്തൊക്കെയായാലും അവിടെ നിലവിലത്തെ സർക്കാർ തന്നെ വീണ്ടും വരുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. സർവേ റിസൾട്ട് പോലെയാണ് കാര്യങ്ങൾ മാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും മണിപ്പൂരിൽ ബി ജെ പി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നും ബി ജെ പിക്ക് തന്നെ അവിടെ വിജയിച്ച് കയറാൻ സാധിക്കുമെന്നും, എന്നാൽ കോൺഗ്രസ് പ്രതീക്ഷ പോലെയുള്ള ഒരു അട്ടിമറി വിജയം അവിടെ സ്വന്തമാക്കാൻ സാധിക്കത്തില്ല എന്നും, അവിടെ ഈ പറയുന്ന തോതിൽ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്നുള്ള തരത്തിൽ തന്നെയാണ് സീറ്റുകൾ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. 14 സീറ്റുകളോളം നേടാൻ സാധിക്കുമെന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. പക്ഷേ ഭരണത്തിലെത്താൻ പാകത്തിനുള്ള സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് സാധ്യമാകത്തില്ല എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇത് സർവേ റിസൾട്ട് മാത്രമാണ്. ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട് തിരഞ്ഞെടുപ്പിനായിട്ട്. എന്തുതരം അട്ടിമറികളായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? വീണ്ടും ഒരു തുടർഭരണം തന്നെയായിരിക്കുമോ, അതല്ല ഈ പറയുന്ന തോതിൽ ഒരു കോൺഗ്രസിന് ഒരു അട്ടിമറി അവിടെ നടത്താൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും സർവേ റിസൾട്ട് പോലെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നതെങ്കിൽ അവിടെ ബി ജെ പി വിജയം തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത്. അവിടെ ബി ജെ പി തുടർഭരണം തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെയാവുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം.